ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പച്ചമാങ്ങ വെച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ടേസ്റ്റിയായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 റെസിപ്പീസ് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പച്ചമാങ്ങ കുറച്ച് ഇതുപോലെ സ്കിന്നോട് കൂടി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ചെറിയൊരു നീളത്തിലുള്ള അല്ലെങ്കിൽ സ്ക്വയർ പീസ്, ചെറിയ ചെറിയ നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്യുമ്പോഴായിരിക്കും കാണാൻ നല്ല ടേസ്റ്റ്, നല്ല ഭംഗി ഉണ്ടാവുന്നത്. പിന്നെ ഇത് മാങ്ങ ഇഞ്ചിയാണ് കേട്ടോ. സാധാരണ ഇഞ്ചിയല്ല, മാങ്ങ ഇഞ്ചി മിക്കവർക്കും അറിയാമല്ലോ. മാങ്ങയുടെ ടേസ്റ്റിൽ വരുന്ന ഒരു ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യുന്നൊരു ബൗളിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കല്ലുപ്പാണ് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ. ഇങ്ങനെയുള്ളതിനല്ല കേട്ടോ, എല്ലാ കറികൾക്കും കല്ലുപ്പ് ഇടുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കണം. അപ്പോഴേക്കും ഈ ഉപ്പെല്ലാം ഇങ്ങനെ മെൽറ്റായിട്ട് അതിൽ നിന്ന് അതിൻ്റെ ഉപ്പിൻ്റെ നീരിങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. ഗ്യാസ് ഓണാക്കിയിട്ട് പാൻ വെച്ച് കൊടുക്കുക. പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഓഫാക്കണം കേട്ടോ. അതിന് ശേഷം കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. എരിവ് ആവശ്യത്തിനനുസരിച്ച്, മാങ്ങ എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ച് എടുക്കുക. ഇത് ഉലുവയും ജീരകവും കൂടി വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള പൊടിയാണ്. അപ്പോൾ നമുക്ക് സാമ്പാറിനുമെല്ലാം എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഈ ഉലുവ, കടുക് ഇത്തിരി വറുത്ത് പൊടിച്ച് വെച്ചാൽ മതി. സാമ്പാറിനൊക്കെ ടേസ്റ്റ് ഇല്ലയെന്ന് തോന്നുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് സാമ്പാർ ആയതിന് ശേഷമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ പെട്ടെന്ന് പിക്കിളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇനി ഇത് ഗ്യാസ് ഓണാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഈ പൊടികൾ ചൂടായിട്ട് വരുമ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ സൈഡിലിരിക്കുന്ന മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് മാങ്ങ ഇഞ്ചിയും കൂടി ചേർത്തിട്ട്, ആ മാങ്ങ ഇഞ്ചിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കുത്തൽ ടേസ്റ്റ് ഉണ്ടാവും, ഒരു പച്ചയ്ക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറുന്നത് വരെ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം കേട്ടോ. അതിന് ശേഷം പകുതി വിനീഗറും പകുതി വെള്ളവും കൂടി ചേർത്തിട്ടുള്ള മിക്സാണ് കേട്ടോ. അപ്പോൾ എനിക്കെപ്പോഴും ഈ ഇതിലേക്ക് വിനീഗർ നേരിട്ട് ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് വിനീഗർ ചാടിപ്പോകും. അപ്പോൾ പുളി കൂടുതലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി വെള്ളവും പകുതി വിനീഗർ കൂടി ഒരു ഗ്ലാസ്സിൽ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കാരണം വെള്ളം കൂടി ചേർത്തിരിക്കണമാണല്ലോ. കുറച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ബാലൻസ് ആയിട്ട് കറക്റ്റ് നല്ലൊരു ടേസ്റ്റിൽ വരുള്ളൂ. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ മാങ്ങയിൽ നിന്ന് വന്നിട്ടുള്ള ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ് നമ്മുടെ പരിപാടി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങാ പിക്കിളാണ് കേട്ടോ. നമ്മൾ ഈ കല്യാണ വീടുകളിലും ഫംഗ്ഷൻസിനൊക്കെ ചെല്ലുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന ഒരു മാങ്ങാ പിക്കിളില്ലേ, ഇതിലിപ്പോൾ ഇത്തിരി മാങ്ങ ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ മാത്രമായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷെ മാങ്ങ ഇഞ്ചി കൂടി ചേർത്ത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു ഇൻസ്റ്റൻറ്റ് പിക്കിളിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. പിന്നെ ഇതുപോലത്തെ പിക്കിളൊന്നും ഇവിടെ ഉണ്ടാക്കിയാൽ ഒരുപാട് നാളൊന്നും ഇരിക്കില്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടും ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ സൈഡായിട്ടും കഴിക്കാം. എളുപ്പമല്ലേ? അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് മാങ്ങ ഇതുപോലെ ഒന്ന് സ്കിൻ മാറ്റിയെടുക്കുക. കാരണം അധികം മൂക്കാത്ത മാങ്ങ ആയതുകൊണ്ട് ചിലപ്പോൾ അത് തൊണ്ടോട് കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചവർപ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആഴത്തിലല്ലെങ്കിലും സ്കിന്നൊന്ന് ചെറുതായിട്ട് പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് ഒരിത്തിരി ചെറിയ ഉള്ളിയും 2-3 വെളുത്തുള്ളിയും കല്ലുപ്പും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മുളക് പൊടി,
ഇനി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം, അരഞ്ഞു പോകരുത്. ഇങ്ങനെ കണ്ടോ, കൈ വെച്ച് നമ്മൾ എടുക്കുമ്പോൾ അത് ഇങ്ങനെ ഈ രീതിയിൽ വേണം ചതച്ചെടുക്കാനായിട്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ കടുക് ഇടുന്നതിന് മുമ്പ് ഇതുപോലെ 2-3 ചെറിയ പീസ് ഉള്ളിയ സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികം അങ്ങോട്ട് കടുക് പൊട്ടിത്തെറിക്കില്ല. അതിനുശേഷം കടുകും ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് നുറുക്കിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതേപോലെ ഈ ഉള്ളിയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ, അവർ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പേസ്റ്റല്ല ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് ഈ ഓയിലിൽ കിടന്ന പൊടികളായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഫ്ലെയിം കുറച്ച് വെക്കാം, അല്ലെങ്കിൽ ചട്ടി പെട്ടെന്ന് പുകഞ്ഞു വരും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തിളച്ച് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് ഒരു 1/4 ഗ്ലാസ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. അതിനുശേഷം ഇത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരാൾ കുറച്ച് മതി. ഇനി അങ്ങനെ ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം, അതായത് നമ്മളിതൊരു ഒഴിച്ച് കറിയാണ്, ചോറിന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചോറിലിങ്ങനെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കറി റെഡിയായി വരാൻ. അപ്പോൾ ഈ മൺചട്ടിയിലൊക്കെ കറി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫാക്കിയാലും അതിൽ തന്നെ ഇരുന്ന് വെള്ളം ഒന്ന് വറ്റി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ലൂസായിട്ട് വേണം കറി റെഡിയാക്കി എടുക്കാൻ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആ ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ ഒന്ന് ചൂടായിട്ട് വന്നോളും, അത്രയും മതി. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ താളിച്ചുമൊക്കെ ചേർത്ത് വെച്ചതല്ലേ, പിന്നെ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി പച്ചമാങ്ങ സ്കിന്നൊക്കെ മാറ്റിയിട്ട്, ഇത് കളർ ഇത്തിരി മാറിയിട്ടുണ്ട്, പക്ഷേ നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ പഴുത്തതാണെന്ന് തോന്നും, പക്ഷെ മധുരമൊന്നുമില്ല, നല്ല പുളി തന്നെയാണ്. ഒരെണ്ണം കഴിച്ച് നോക്കി, കളർ ഇങ്ങനെ കണ്ടപ്പോഴേ. അത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോര് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും വെള്ളം, ഇത്തിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകാണ്, എന്നാലും കുറച്ച് പച്ചമുളകിൻ്റെ ടേസ്റ്റ് കൂടി നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് വേവും ഒന്നുമില്ല. ഈ ചട്ടിയൊക്കെ ചൂടായി അതൊന്ന് ആവി കയറി വരുമ്പോഴേക്കും മാങ്ങ വെന്ത് കിട്ടും. മാങ്ങ അങ്ങനെ ഒരുപാട് വെന്ത് കലങ്ങി പോകാതെ പീസായി കിടക്കുന്ന രീതിയിൽ തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് റെഡിയാകുന്ന സമയം കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറ് അങ്ങനെ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. നേരത്തെ നമ്മൾ മാങ്ങ ചതച്ചെടുത്തില്ലേ, ആ ജാറ് തന്നെയാണ്. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പില, ഉള്ളി, പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളിയുടെ പീസും അല്പം ചെറിയ ജീരകം, വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി അരച്ചെടുത്തതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഹോം മെയ്ഡ് തൈര് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പുളിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം. കാരണം നമ്മുടെ മാങ്ങക്കും പുളി ഉണ്ടാകും, തൈരിനും പുളി ഉണ്ടല്ലോ. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ കുറച്ച് അരപ്പുണ്ടായാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നന്നായിട്ട് അരച്ച് വെച്ച കൂട്ട്
ചേർത്ത് കൊടുക്കാം. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ചൂടാണ്, കൈ പൊള്ളണം. മാങ്ങ ഇതുപോലെ ഉടയാതെ കിടക്കണം കേട്ടോ, അപ്പോഴേ കറി കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കാണാനും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് ലൂസായിട്ട് എടുക്കരുത് കേട്ടോ, എന്നാൽ ഒരുപാട് തിക്കുമല്ല, നല്ലൊരു ഈ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട്. ഉപ്പ് കറക്റ്റാണോ നോക്കുക, ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇതുപോലെ ഒന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കുക, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. ഇനി ഈ കറി ഒരുപാട് വെട്ടി തിളക്കണ്ട, ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസും ചെറിയൊരു ആവി ഇങ്ങനെ വരുമല്ലോ, പുക പോലെ. ആ സമയത്ത് ഗ്യാസ് ഓഫാക്കണം. പിന്നെ ബാക്കിയുള്ള ചൂടാകൽ മൺചട്ടിയിലിരുന്ന് തന്നെ റെഡി ആയിക്കോളും. ഇപ്പം ഞാനത് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആ ഒരു തിള പൊട്ടി പൊട്ടി വരുമ്പോൾ തന്നെ ഓഫാക്കണം. തിളച്ചിങ്ങനെ മറിയുമ്പോൾ കറിയുടെ ആ ഒരു കാണുന്ന ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി തിളയൊക്കെ ഒന്ന് നന്നായിട്ട് അടങ്ങിയതിന് ശേഷം ഒരിത്തിരി കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതങ്ങനെ അടഞ്ഞിരിക്കട്ടെ. ഇതിലേക്ക് സാധാരണ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കുക. കടുകും ഉലുവ കുറച്ച് കൂടുതൽ ചേർത്തോ നല്ല ടേസ്റ്റാണ്. അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില, എല്ലാം കൂടി ചേർത്തിട്ട് താളിച്ചൊഴിക്കാം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. യെല്ലോ കളറിലുള്ള കറിയല്ലേ, പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. താളിച്ചൊഴിച്ചതിന് ശേഷം ഉടനെ തന്നെ അടച്ചു വെക്കുക. 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചാലാണ് ആ താളിപ്പിൻ്റെ ആ ഒരു സ്മെല്ല് അതിൽ കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്കിതുപോലെ തുറന്ന് ഇളക്കിയെടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇന്ന് കാണിച്ച 3 റെസിപ്പീസും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു മോര് കറിയുടെ കൂടെ ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ നല്ലൊരു അവിയലോ തോരനോ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. വേണ്ട, ഈ ഒരു പാകത്തിന് വേണം കേട്ടോ എടുക്കാനായിട്ട്, ഒരുപാട് ലൂസായി പോകരുത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് കിട്ടുന്ന സമയമൊക്കെ ആണല്ലോ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ രണ്ടാമത് കാണിച്ച ഒഴിച്ചുകറി ഉണ്ടല്ലോ, ഒഴിച്ചുകറിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉണക്കമീൻ വറുത്തതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമീൻ ചേർത്ത് കഴിക്കാം. അതുമല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തൈരോ കൊണ്ടാട്ട മുളക് അങ്ങനെയുള്ള അതൊക്കെ ചേർത്ത് ഈ കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഒഴിച്ചുകറിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. മാംഗോ പിക്കിൾ പിന്നെ ഏതിൻ്റെയും കൂടെ സൈഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ കമൻറ്റ് ബോക്സിൽ